ഇതെങ്ങനെയാണോ ഉണങ്ങുന്നത്? അങ്ങനെ ടെക്നിക്കലായിട്ട് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നതാണ് ഇതിങ്ങനെ. ബേസിക്കലി ഞാനിത് കണ്ടിട്ടില്ല. ബേസിക്കലി നേരിട്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. നമ്മൾ നോക്കുമ്പോഴത്തേക്കിനും ഒരു ശൂലം ഇങ്ങനെ വായിലോട്ട് കുത്തി കേട്ടുകയാണ്. കേറി ഇപ്പുറത്തോട്ട് ഇറങ്ങി ഇമ്മീഡിയറ്റ്ലി ഭസ്മം ഇടും. കാണുമ്പോൾ നമുക്ക് ഭയങ്കര വേദനിക്കില്ല. അല്ല, അത് ആ ഒരു ഡിവൈൻ ഫീലിംഗിൽ നമ്മൾ നിൽക്കുമ്പോഴത്തേക്കിനും നമുക്ക് വേദന അറിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അത് കാര്യം. പക്ഷെ ഇത് അന്ന് തന്നെ ഉണങ്ങുമോ? ഒന്നുമില്ല. എനിക്ക് ഇന്നലെ വായ്പുണ്ണ് വന്നത് 2 ദിവസമായിട്ട് ഇപ്പോഴും പോയിട്ടില്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്. അതൊക്കെ വഴിക്കങ്ങ് പോകും. കഴിഞ്ഞ ദിവസം മത്തി കഴിച്ച് ഒരു മുള്ളു കൊണ്ടിട്ട് ഇതുവരെ അത് ഉണങ്ങിയിട്ടില്ല. അതൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. ട്രഡീഷണൽ ലുക്കിൽ ഇറങ്ങിയൊക്കെയാണ്. അതിന് മുമ്പ് അവൻ എടുക്കുന്നതാണ്. ആ പരിപാടി നല്ല അടിപൊളി. അമ്മ മഞ്ജു ചേച്ചിന്റെ ഫാൻ. അതുകൊണ്ട് മനസ്സിലായി വന്നത് പോലെ മഞ്ജു ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. തീർച്ചയായിട്ടും ഹൃദയം ഇത്രയും സ്നേഹം ഞാൻ എങ്ങനെ താങ്ങും? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാം മംഗളമായിട്ട് പോവുകയല്ലേ? ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ആണ് കേട്ടോ. അതും ഇത്രയും പ്രൈം ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ ഇത്രയും കിഡില് ഒരു ഫ്ലാറ്റ്. കൊച്ചി വന്നാൽ എനിക്ക് താമസിക്കാൻ റൂമില്ലെങ്കിൽ എനിക്ക് സോഫയുടെ ഒരു മൂല എന്നാൽ ഞാൻ ഹാപ്പി ആയിരിക്കും. ആണോ? അത് പറയാനുള്ള ഞാൻ ഗ്യാരണ്ടി ആണോ? എനിക്ക് വയ്യ. എന്തായാലും ഇത് സുജിത്തേട്ടനറിയാം എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. നീ എന്റെ മുത്താണ്. ഡോണ്ട് വറി. നിങ്ങൾ എന്റെ മുത്താണ്, മുത്തുക്കളാണ്. എന്തായാലും ഞാൻ റിയലി പ്രൗഡ്. അവിടെ വലിയ സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള വേറൊരു മണിമാളിക വന്നോണ്ടിരിക്കുകയാണ്. എന്തായാലും ഫർണിച്ചറൊക്കെ ചൈനന്ന് എടുത്തോ? സൈർബായ് ഇവിടെ നിൽപ്പുണ്ട്. നമസ്കാരം. എന്തായാലും ഇനി കാണണം. എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം കാണിച്ചു തരൂ. ഞങ്ങളൊന്ന് ഹോം ടൂർ കണ്ടിട്ട് വരാം. ആ ഫോട്ടോ എടുക്കും. ഒരു പാട് പോലും ഇല്ലടാ. എത്ര ദിവസം? ഒരാഴ്ചയോ? എന്തൊക്കെയുണ്ട് സൂപ്പർ. എനിക്കത് ടെക്നിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആളല്ല. 100% ആത്മാർത്ഥതയോടെ ഞാൻ ചെയ്തതാണ്. അതിന് ആ വീഡിയോയിൽ തന്നെ എനിക്ക് 3 വീഡിയോ ഇട്ടില്ലേ? നീ സ്റ്റോറി ഇട്ടില്ലായിരുന്നു. ഞാൻ അന്നേ കണ്ടതാ. പക്ഷെ നീ വീഡിയോ ഇടുന്നതിന് വേറെ ആരാണ്ടൊക്കെ വീഡിയോ ഇട്ടായിരുന്നു. അതൊക്കെ നമ്മൾ പബ്ലിക്കായിട്ട് ചെയ്യുന്ന ഇവന്റ് അല്ലേ സൂത്ര. അപ്പൊ ഞാൻ സ്വന്തമായിട്ട് തന്നെ സൂത്ര വ്ളോഗ് ചെയ്യണം. ഒരു ആയി പറഞ്ഞുതരാം. ഫുഡ് കഴിച്ചിട്ടല്ലേ പോകുള്ളൂ? അപ്പൊ കാണാം. സോറി, കാണാം. സന്തോഷം. കാണാം. നിങ്ങളുടെ ഷോർട്സ് ഒക്കെ കാണാറുണ്ട് ഞാൻ. നിങ്ങൾ രണ്ടുപേരും കൊണ്ടുള്ളത്. നിങ്ങളുടെ കല്യാണത്തിന് വരാൻ പറ്റിയില്ല. ഷോർട്സ് നല്ലതായിട്ട് ചെയ്യുന്നുണ്ട്. എന്റെ കയ്യിൽ മിഠായി ഉണ്ട്. എന്റെ കയ്യിൽ മിഠായി ഉണ്ട്. വേണ്ടെന്നല്ലേ? എനിക്കതൊന്നും വേണ്ട. ഇത് നല്ല മിഠായിയാണോ? ചിത്ത മിഠായിയാണോ? മിഠായി വേണോ? വേണോ? മിഠായി വേണോ? മിഠായി ഒന്നും വേണ്ടല്ലേ? മിഠായി വേണോ? എന്നാ ഇത് പിടിച്ചോ. എൻ്റെ അടുത്ത് വരണോ? എന്നാ പിടിച്ചോ. എന്നാ അത് വാങ്ങിച്ച് മിഠായിയൊക്കെ വാങ്ങിച്ച് വരൂല. എടാ, ഇവിടെ ഈ വീട്ടിലിരിക്കുന്ന ഓരോ സാധനങ്ങളും ഞങ്ങൾ ഓരോ സമയത്തായിട്ട് ഒരു രാജ്യത്തുനിന്ന് മാത്രമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ ആണെങ്കിലും പല സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടുവന്ന സാധനങ്ങളാണ് കൂടുതലും. ഇവിടെ ഇരിക്കുന്ന പടങ്ങൾക്ക് വരെ അർത്ഥമുണ്ട്. ഇവിടെയുള്ള ഓരോ ചിത്രത്തിന് വരെ അർത്ഥങ്ങളുണ്ട്. അതിന്റെ അർത്ഥം അത് ഞാൻ എന്റെ വീഡിയോയിൽ പറയും. മതി അങ്ങോട്ട് പോവാ ഗൈസ്. അവിടെ ചെന്നിട്ട് ഓരോ പടങ്ങളുടെ അർത്ഥം വിശദമായിട്ട് നിങ്ങൾ കാണുക. ഇവന്റെ റൂമിലെ അർത്ഥം അതെനിക്ക് കത്തി. ഇത് ഞാൻ ഈ സാധനം കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് ഫിറോസൊക്കെ ഓർമ്മ വന്നു. ഇഞ്ചി ഇടിക്കാനെന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോയ സാധനമാണ്. ഇത് നമുക്ക് പഠിച്ചു വരുന്നതേ ഉള്ളൂ എങ്ങനെയാന്നുള്ളത്. ഇങ്ങനെ അടിക്കുമ്പോൾ മാത്രം ശബ്ദത്തിൽ ഇങ്ങനെ എന്തൊക്കെയോ വെള്ളം തെറിക്കും. അങ്ങനെ ഒരു സാധനം ഡിവൈൻ ഫീലിംഗ്. എടാ, വെള്ളച്ചാട്ടം എങ്ങനെയുണ്ട്? അടിപൊളി. എനിക്ക് മറ്റേ ആ വേൾഡിന്റെ മറ്റേ ഒരു സംഭവം ഉണ്ടല്ലോ, മാപ്പ്, വേൾഡ് മാപ്പ്. സൂപ്പറായില്ലേ? സൂപ്പറായിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് കൊച്ചി മാത്രമേ ഉള്ളൂ. തിരുവനന്തപുരം ഒന്നും കാണാനില്ല. ഞാൻ കൊച്ചിയിലല്ലേ താമസിക്കുന്നത്. നീ വീട്ടിൽ ഒരെണ്ണം ഉണ്ടാക്കുന്നുണ്ട് തിരുവനന്തപുരം വെക്കാം. ന്യായമായ ഒരു കാര്യമാണ്. മേളിൽ ഇപ്പോൾ നല്ല ആംബിയൻസ് ആണ്. ഫുഡൊക്കെ അവിടെ ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ ഞാൻ വരും. നിങ്ങൾ അങ്ങോട്ട് ചെല്ല്, ഞാൻ വരാം.
എന്തായാലും ഒരുപാട് ഫുഡും കാര്യങ്ങളൊക്കെ. അവിടെ നല്ലൊരു പൂൾ സൈഡ്. അണ്ണനെ കഴിഞ്ഞ് പൊക്കമുള്ളൊരു സാധനമാണ്. എന്റെ അത്രയും വലിപ്പം ഉണ്ടല്ലോ അവിടെ ഇത്. എന്റെ പൊന്നെ, തല വെച്ച് വളരെ ചെറുതായി പോയല്ലോ. ആക്ച്വലി അണ്ണന്റെ അത്ര ഉള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അല്ലല്ല, ഞങ്ങളെ വലുതാക്കിയില്ലേ, അതുകൊണ്ട് ഞങ്ങളും ഒരു വലുത് കൊണ്ടുവന്നു. അത്രേ ഉള്ളൂ. എന്റെ സന്തോഷമായില്ലേ? ഇവിടെ ഉണ്ട്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു? സന്തോഷമായോ? പൊക്കിക്കൊണ്ടുവരാൻ പാടുപെട്ടോ? പൊക്കിക്കൊണ്ടുവരാൻ പാടുപെട്ടോ? അവനില്ലേ പൊക്കാനായിട്ട്? ഇതിന് നല്ല വെയിറ്റ് ഇല്ലേ? വെച്ച് പൂജിക്കാൻ ഒരാളും കൂടെ ഉണ്ട്. ഗണപതി എവിടെ? ഗണപതി ഉണ്ട്. ഇത് കണ്ടോ, എന്റെ ഉയരത്തിലുള്ള വിളക്ക്. അടിപൊളി. ഇത് ഗണപതിയാണ്, ഇതിന്റെ കൂടെ വയ്ക്കാറുള്ളത്. ഗണപതി അവിടെ കൊടുത്തു, അവിടെ കൊടുത്തു. ഗണപതി ചേച്ചിക്ക്. ജോഷ്ന, ചേച്ചി വിളക്ക് എങ്ങനെ ഉണ്ട്? വിളക്ക് ഹൈറ്റ് ഉണ്ടല്ലോ ഇവിടെ. എന്റെ ഹൈറ്റ് ഉണ്ട്. അണ്ണന്റെ height വലുതാ. എന്നല്ല വിശേഷം? സുന്ദന്നെ ഒരു മാറ്റമില്ല, അതേപോലെയൊക്കെ തന്നെ. ശരി, ഓക്കെ, കാണാം. സന്തോഷം. താങ്ക്സ് ഫോർ കമ്മിങ്. തീർച്ചയായും കാണാം. ഞാനിവിടെ ഉണ്ടല്ലോ, കാണാം. നിങ്ങൾ ഒരു ദിവസം ഇറങ്ങാം സമയം പോലെ. ഇപ്പൊ ആരോട് കാണാനും സംസാരിക്കാനൊന്നും പറ്റിയില്ല. ശരി അച്ഛാ, കാണാം. ഒരു ദിവസം വരണം, ഞാൻ വിളിക്കാം. മിഠായി വാങ്ങിച്ചു, എന്നെ മൈൻഡ് ചെയ്തില്ല. ശരി, കാണാം. ഓക്കെ, ഓക്കെ, സന്തോഷം. നൈസ് ഹൗസ്, താങ്ക് യു. നല്ല ഫുഡായിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഹായ്, ഹലോ, ഹൗ ആർ യു? ഹലോ, എന്താ പേര്? എന്തുകൊണ്ട്? ഹാദി. ഹാരിസിക ഇവിടെ ഇല്ല, ഹാരിസിക മലേഷ്യയിലാണ്. ഞാൻ ഒരു മാസം മുമ്പ് ഡേറ്റ് വിളിച്ച് പറഞ്ഞതാ ഇത്രാം തീയതി ആണ് എന്നൊക്കെ. ക്യാൻസൽ ചെയ്ത് വരും എന്ന് പറഞ്ഞില്ല, പക്ഷേ കൂടുതലുള്ള ആൾക്കാർ സുഖം തന്നെ. എന്താ ഇവിടെ എവിടെയോ ഉണ്ട് എന്റെ മോൻ. ഹലോ ചക്കരേ, താങ്ക് യു. എനിക്കൊന്നുമില്ലേ? പിന്നെ നിങ്ങളൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മളൊക്കെ പിടിച്ചിരിക്കണ്ടേ കുറച്ചൊക്കെ. ഹായ്, ഹൗ ആർ യു? നിങ്ങളുടെ സുഹൃത്ത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫോട്ടോ പ്രിന്റ് എടുത്ത് കൊണ്ട് തന്നു. എനിക്കത് വാങ്ങിച്ച് വെക്കാൻ മാത്രം പറ്റി. എനിക്ക് അദ്ദേഹത്തെ പിന്നെ കാണാൻ പറ്റിയില്ല. നമ്മുടെ പ്രിന്റ് ഇവിടെ എവിടെ ഉണ്ട്. ഹായ്, നമസ്കാരം. നമസ്കാരം. ഹായ്, നിങ്ങൾ ആ മേളത്തെ ഫ്ലാറ്റല്ലേ? ഓക്കെ, മനസ്സിലായി, മനസ്സിലായി. നമസ്കാരം. യെസ്, മനസ്സിലായി. വരൂ, വരൂ, വരൂ. താങ്ക് യു സോ മച്ച്. ഒരു മിനിറ്റ്. ശ്വേത, ഇവര് നയനല്ലേ? 9A-ലാണ്. ഹലോ, 9A-ലാണ്. നിങ്ങൾ മൂന്നാമത് കയറി അല്ലേ? നിങ്ങളായിരുന്നു? ഇവിടുത്തെ ഈ ഫ്ലാറ്റിലെ ഫസ്റ്റ് ഇവിടെ കയറി താമസിച്ച ആൾക്കാരാണ് ഇവര്. നല്ല തിരക്കാണ്. നിങ്ങൾ പ്ലീസ് നിങ്ങൾ എന്നെ പോയി കണ്ടിട്ട് വരും. പ്ലീസ്, പ്ലീസ്, പ്ലീസ്. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ഒറ്റയ്ക്ക് വന്നേ, വീടൊക്കെ കണ്ടിട്ട് വാ. ഞാൻ വരാൻ സമയമില്ല. ഇവിടെ ഫോട്ടോ എടുത്തിട്ടറിയില്ല. നിങ്ങൾ തന്നെ പോയി കണ്ടിട്ട് വരും പ്ലീസ്. ഇവിടെ എല്ലാവരും പല വഴിക്ക് തിരക്കിലാണ്. നിങ്ങൾ ഫുഡ് കഴിച്ചോ? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതാണോ? നല്ല ഫുഡാണോ? വെരി ഗുഡ്. ഹായ്, ഇവിടെ. ഹായ് ഡോക്ടർ, ഹൗ ആർ യു? താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഹായ്, നമസ്കാരം. എന്തായാലും വിശേഷം? ജാഷി. ഇത് മനസ്സിലായില്ലേ? ജാഫർ. അറിയാം, ജാഫറിന്റെ വൈഫ്. ഹലോ, നമ്മുടെ മിഥു ഡോക്ടർ വന്നില്ലേ? ഇല്ല, ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഹായ്, ഋഷിയുടെ എവിടെയോ ഉണ്ട്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾ പോയി വീടൊക്കെ കണ്ടിട്ട് വാ. യെസ്, താങ്ക് യു, താങ്ക് യു. ഇതെന്റെ അനിയത്തി ഐശ്വര്യ. എന്തോ ഇത്? പാട്ടുകാരി, ഒരു ക്രൈസ്റ്റ് കോളേജിലെ അധ്യാപിക. കനമൊക്കെ കുറവാണല്ലോ. കനമൊക്കെ കുറവാണല്ലോ. ഇച്ചിരി കനത്തി കൊണ്ടുവരണ്ടേ? അനിയത്തി അല്ലേ നീ? അല്ലേ? വേറെ ജൂനിയർ ഹസ്ബൻഡ്. കനം കുറവാണെങ്കിലും ധനം ഉണ്ടായി. അതാണ് പഞ്ച് ഡയലോഗ്. എന്റെ അച്ഛൻ്റെ അനിയത്തി, അനിയത്തിയുടെ ഹസ്ബൻഡ്, ഫാമിലി. നിങ്ങൾ പോയി വീടൊക്കെ കണ്ടിട്ടോ. ഞാൻ ഇന്ന് മേളിലോട്ട് പോയിട്ട് വരട്ടെ. പോകണോ? ഫുഡൊക്കെ നല്ലായിരുന്നോ? ഒരു ദിവസം ഇറങ്ങാട്ടോ, കാണാം വിശദമായിട്ട്. തിരക്കിനിടക്ക്
എക്സ്ക്യൂസ് മീ, ഇന്ന് ഇവിടെ നിൽക്കുന്ന എല്ലാവരും എന്താ ഇച്ചിരി ടച്ചപ്പ് ചെയ്ത് ഭാര്യയുടെ മേക്കപ്പ് ഒരു ഇച്ചിരി എടുത്തിട്ടായിരുന്നു. മോനെ ഇച്ചിരി സൂപ്പ് ഇട്ടതിനകത്ത് ചിക്കൻ ഇട്ടോ. മതി 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 മതി. സ്പൂൺ തരുമോ? സ്പൂൺ ഇടാ. ഹലോ ഗൈസ്, ഞങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്തിട്ടോ. നിങ്ങൾ കഴിച്ചോ? രക്ഷയില്ല, ഫുഡിന്റെ ടേസ്റ്റ്. ജെർവേ, ഫൈനലി നിങ്ങളുടെ ടെൻഷനും നിങ്ങൾ അനുഭവിച്ച ടെൻഷനൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. ഇനി നമുക്ക് ആ താല ഇങ്ങോട്ടേക്ക് കൈമാറി കൊടുക്കാം. നിങ്ങൾ അനുഭവിച്ച ടെൻഷൻ ഞാൻ മനസ്സിലാക്കും. എന്തായാലും ഇറ്റ്സ് എ പ്രൗഡ് മൊമെന്റ്. എല്ലാരും എന്നെ ഷൂ നോക്കുമെന്ന് പറഞ്ഞോണ്ട് ഞാൻ ഹായ് ബ്രോ, ഹൗ ആർ യു? നമസ്കാരം. താങ്ക് യു താങ്ക് യു സോ മച്ച്. ഒറ്റയ്ക്കാണേ? കേറിയോ വീട്ടിലേക്ക്? എന്നാ നിങ്ങൾ ഫുഡ് കഴിച്ചിട്ടോ? പോണോ? ഫുഡ് കഴിച്ചാ? ഇതായിരുന്നു നമ്മുടെ ജിം ട്രെയിനർ. ഞാൻ 2 ആഴ്ച പോയി, പിന്നെ പോയില്ല. ട്രെയിനർക്ക് ജിമ്മുണ്ട്. ട്രെയിനർക്ക് ജിമ്മ. ട്രെയിനർ 6 പാക്ക് ആണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറി മാറി വരും. ഇപ്പൊ മാറ്റുന്നുണ്ട്. അതായത് ഇനി വരുമല്ലോ, കൊച്ചിയിലെത്തിയല്ലോ. ഇവിടുന്ന് 3 കിലോ നമ്മളെ വയറ് പറയാൻ പറ്റുമോ? വന്നോളൂ, സൗകര്യം പോലെ വന്നോളൂ. ഓൺലൈനിൽ കുറച്ചല്ലോ കുറക്കല്ലേ? ശരി, കാണാം. താങ്ക്സ് ബ്രോ. കാണാം കാണാം. ഇറങ്ങിട്ടോ. യെസ്. അണ്ണൻ എന്തെങ്കിലും ഫേഷ്യലെല്ലാം ചെയ്ത് ഇപ്പൊ പോയി ഇതിന് വേണ്ടി ശ്വേതയുടെ ടച്ചപ്പെടുത്തി ഇത് മുഖത്ത് വെച്ച് ഇച്ചിരി അത്ര ഉള്ളത്, വേറെ ഒന്നുമില്ല. ചുമന്ന് തൊടുത്തിരിക്കുന്നു തലൈവർ. എടാ ഞാൻ ഗ്ലാമർ അല്ലേ? നീ എന്താ പറയുന്നത്? താങ്ക് യു താങ്ക് യു. ഇന്നിച്ചിരി അപ്പൊ താങ്ക്സ് ഫോർ കമ്മിങ്. അപ്പൊ ഇനി വീണ്ടും കാണാം. എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നിങ്ങളുടെ സ്ഥാപനത്തിനും. താങ്ക് യു. ശരി ചേട്ടാ. ഹലോ, ഹായ് മാം, എന്തുകൊണ്ട് വിശേഷം? സുഖമാണോ? കണ്ടതിൽ സന്തോഷം. ഐ എം വെരി ഹാപ്പി നിങ്ങൾ വന്നതിന്. ഞാനൊരു മിനിറ്റ് ചേട്ടനെ വിളിക്കട്ടെ. എന്തുകൊണ്ട് മാം വിശേഷം? പിന്നെ ഇന്ന് ഇതുണ്ടായിരുന്നോ? ഷൂട്ട് ഉണ്ടായിരുന്നു? ഓക്കെ ഓക്കെ. വരും വീട് കാണിക്കാം മാം. ഇനി ഞങ്ങളുടെ ഞങ്ങളുടെ സ്വർഗരാജ്യം ഇതല്ലേ? അതെ അതെ, ഞാൻ പറഞ്ഞ മാം നോക്കാം. ഞങ്ങളുടെ കുട്ടി പൂജാമുറി. ഇത് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം. എൻ്റെ മോനിപ്പോൾ ഇത് കുളമാക്കിയിട്ടിരിക്കുക. യെസ് 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 യെസ്. അതെ, ഫുള്ളെല്ലാം കാണാം. ആക്ച്വലി പാലാരോട്ടം ഇതിൽ നിന്ന് കയറി ജയലൻ സ്റ്റേഡിയമിന് ഇറങ്ങുന്ന മെട്രോ കാണാം. രാത്രി ആകുമ്പോഴാണ് ഇത് കാണാൻ നല്ല ഭംഗി. താങ്ക് യു സോ മച്ച്. ഹായ്, നമസ്കാരം. അപ്പം താങ്ക്സ് ഫോർ കമ്മിങ്. അല്ല, എനിക്ക് മാമിനെ കാണാൻ പറ്റുന്നത് എനിക്ക് സന്തോഷമായി. ഞങ്ങളെല്ലാരും എന്റെ അമ്മ ഇത്രയും മാം വരും എന്ന് പറഞ്ഞിട്ടിരിക്കുവായിരുന്നു. പണ്ട് മുതലേ ഭക്ഷണം തേടിയുള്ള യാത്രകളും ബാക്കിയുള്ള സംഭവങ്ങളും ഒക്കെ ആയിട്ട്. അതെ അതെ, ഇത് നമ്മുടെ ഡോക്ടർ കാരണമാണ് നമ്മളെ പല്ലൊക്കെ ഈ പറഞ്ഞുകൊണ്ട് റെഡിയായി കളക്ഷൻ പരിപാടി. അത് അപ്ലോഡ് ചെയ്ത് സ്കാൻ റെഡി ആയോ? ഇല്ല, ഒന്നുകൂടെ ചെയ്യാം. അപ്പൊ ഞാൻ നാളെ കഴിഞ്ഞ് വരാം. അപ്പൊ കാൽക്കുലസ് ഒക്കെ കളഞ്ഞിട്ട് നമുക്ക് റെഡി ആക്കിയിട്ട്. ഡോക്ടേഴ്സിനെ കണ്ട പിന്നെ ഡോക്ടേഴ്സ്. അതെ അതെ അതെ. എന്തായാലും താങ്ക് യു സോ മച്ച്. ഇന്ന് കാല് വേദനിക്കുന്നു, അത് മാത്രമേ ഉള്ളൂ. ആ ക്ഷീണം മാത്രമേ ഉള്ളൂ. കാല് വേദനിച്ചുള്ളൂ. അത് നമ്മൾ ചെരുപ്പം കൊള്ളാൻ നിൽക്കുകയല്ലേ, അപ്പൊ നമുക്ക് ഇങ്ങനെ കാല് വേദനിക്കും. നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വാ. ഞാൻ വേണ്ട, പോയിട്ടോ. നീ മാം അല്ല, ആ മാം ഉണ്ട്. സോറി.
ഫോട്ടോ എടുക്കണ എൻ്റെ അമ്മയുടെ ഫേവറേറ്റ് ആളാണ്. നമ്മള് മാറിയിരിക്കും. നിനക്കും പല്ലിൽ സാധനം ഒട്ടിക്കണം. ഇതുണ്ടോ ഇതേപോലെ ഡയമണ്ട്? പണ്ടൊക്കെ ആൾക്കാര് പല്ലിൽ സ്വർണവും വെള്ളിയൊക്കെ കിട്ടുമായിരുന്നല്ലോ. വീഡിയോ ആകുമ്പോ കാനഡ ആവണം അല്ലേ? സുധേട്ടാ ഇടയ്ക്ക് സൈക്കിളോട്ടാനൊക്കെ ഇറങ്ങട്ടോ. ഞാൻ എല്ലാ ദിവസവും സൈക്കിളോട്ടിലേക്ക് പോകുന്നുണ്ട്. ആണല്ലേ? ഞാൻ അഭിജിത്തിനോട് പറഞ്ഞു. അഭിത്ത് വരും. നിങ്ങളെ വീട്ടിൽ ഹാർമോണിയം ഉണ്ടോ? തീർച്ചയായും വരാം. ഒന്ന് ഞങ്ങളൊന്ന് സെറ്റിൽ ആയി കഴിഞ്ഞാൽ എന്തായാലും ഇറങ്ങാം. തീർച്ചയായും. ശരി, ഓക്കെ, ബൈ, എൻജോയ്, ബൈ. കം ഓൺ മൈ സിസ്റ്റർ. ശരി, മേളിൽ പോയി ഭക്ഷണം കഴിക്കാൻ പോയി. ഒരു പാട്ട് പാടുവോ? വേണ്ട, നീ ഒരു പാട്ട് പാട്. എന്തെങ്കിലും ഒരു പാട്ട് പാട്. ഒരു ഹാപ്പി സോങ് പാട്. എടാ ഒരു 5 മിനിറ്റ് തടാ, ഞാൻ പാട്ടൊന്ന് നോക്കട്ടെ. അങ്ങനെ പാട്ട് പാടാൻ പറഞ്ഞാൽ അന്നേരം ഇമ്മീഡിയറ്റ്ലി പാടണം. മലയാളം? നീയൊക്കെ ഇഷ്ടമുള്ള പാടിക്കോ. മലയാളമോ ഹിന്ദിയോ എന്തെങ്കിലും പാട്. തമിഴ് പാടാ? അതാ പാട്, എന്തെങ്കിലും ഉറപ്പിക്കും, പാട്. நேற்றில்லாத மாற்றம் என்னது, காற்று என் காதில் ஏதோ சொன்னது, இதுதான் காதல் என்பதா, இளமை பொங்கி நிற்பதா, சொல் மனமே. பாடு. എനിക്കറിയില്ല. நேற்றில்லாத மாற்றம் என்னது, காற்று என் காதில் ஏதோ சொன்னது. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. എപ്പോഴെങ്കിലും ഇടും. ഇവർ എഡിറ്റ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ അന്നേരം ഇടും. ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ട് ശരി, ബൈ. ചിലക്കായ അടിപൊളിയായിട്ടുണ്ട്, സാരിയൊക്കെ എടുത്ത്. എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നതാ. അപ്പൊ ശരി, നടക്കട്ടെ. ഭയങ്കര ചേഞ്ച് ആയിപ്പോയി കാര്യമായിട്ട്. ലുക്കേ മാറിപ്പോയി. എന്നാലും ഭയങ്കര മാറ്റമായി പോയി. ഫുഡൊക്കെ കഴിച്ചോ? ഇഷ്ടപ്പെട്ടോ? തീർച്ചയായും വാട്ടോ ഒരു ദിവസം. ഇനി എറണാകുളത്ത് വരുമ്പോഴും നിൽക്കാട്ടോ ഒരു ദിവസം. ഒരു റൂമേ ഉള്ളൂ, അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇന്നലെ ഒരു കോളേജ് പരിപാടിക്ക് പോയപ്പോഴത്തേക്കും ഒരു പയ്യന്മാർക്ക് കാലി ചളട്ടി വിളിച്ചു. തിരക്കായിപ്പോയി, ഭയങ്കര തിരക്കായിപ്പോയി. അമ്മമാരുടെ ഹാൻഡിൽ ചെയ്യുന്നില്ല തിരക്ക്. എവിടെയായിരുന്നു? എറണാകുളത്തോ? കരുതാപ്പുഴ ഈ പരിപാടി. എന്റെ പൊന്നെ, ചവിട്ടി ഓൾറെഡി ഒരു മുറിഞ്ഞിരിപ്പുണ്ടായിരുന്നു, അതിന് ചവിട്ടി കിട്ടിയപ്പോഴത്തേക്കും പെട്ടുപോയി. ഇനി തിരക്കൊക്കെ കഴിഞ്ഞ ഒരു ദിവസം വാ ഇറങ്ങാം. ഞാൻ സമാധാനമായിട്ട് ഇറങ്ങുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഇത് ഞങ്ങൾ ഓരോ സ്ഥലത്തു നിന്ന് വാങ്ങിച്ചതാണ്. ആ കൃഷ്ണനെ മധുരയിൽ നിന്ന് വാങ്ങിച്ചാണ്. അത് നോർത്ത് ഇന്ത്യൻ കണ്ടപ്പോഴേ മനസ്സിലായി. അതെ, മധുരയിൽ നിന്ന് വാങ്ങിച്ചത്. ഓരോ സ്ഥലങ്ങൾ അത് ഒന്ന് അളിയൻ തന്നാണ്, ഒന്ന് മറ്റേ ഗുരുവായൂർ പൂജാരിയായിരുന്ന അദ്ദേഹം കൊടുത്തു തന്ന ഗുരുവായൂരപ്പൻ. ഞാൻ 37 പ്രമോഷൻ അതാണ് കണ്ടില്ലേ. ജീവിക്കണ്ടേ? നിങ്ങൾക്ക് യാത്ര ചെയ്ത് ജീവിക്കാം. ഞാനിന്ന് പോയി ചെയ്ത സാധനം ആന്റി ഏജിങ്, സീരിയസ്ലി ഫുൾ ബോഡി ചെയ്തു.
കൊള്ളാം. നിക്കറിട്ട മിഷനകത്താണ് ഫുൾ ബോഡി LED ലൈറ്റിന്റെ ഇരിക്കും നിങ്ങളെ ഇരിക്കും ഉള്ള കശാരയിലൊക്കെ ഇരിക്കും. വാ ഒരു ഭാഷ അറിയാത്ത രാജ്യത്ത് പോകണം. കോമഡി ആയിരിക്കും. ജപ്പാൻ നിനക്ക് ജപ്പാൻ ഭയങ്കര ഇഷ്ടമല്ലേ? നിനക്ക് നീ ജപ്പാനിൽ പോ. റൂമിലല്ല, ഇൻഡിവിജ്വൽ സാധാരണ AC നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന AC ആണ്. അതൊന്ന് കവർ ചെയ്തെടുത്തു. ഇത് ആ AC-യുടെ റിപ്പയർ ചെയ്യാൻ വേണ്ടി ഉരുണ്ട ഇതാണ്, ട്രാപ്പ് ഡോറാണ്. നമ്മളെ ഫർണിച്ചർ എല്ലാം സൈർബായാണ് ഇറക്കി തന്നത്. അവിടെ അതായത് ഇവിടെ വീട്ടിലെത്തിച്ച് തരും. വീട്ടിലെത്തിച്ച് തരും. കഴിഞ്ഞില്ല ഇനി പറയാലോ, എല്ലാം ഓപ്പണാക്കി, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും വീടിന്റെ റിലേറ്റഡ് ആയിട്ട് ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. കുറച്ചധികം ടോയ്ലറ്ററീസില്ല ആൾക്കാരുടെ, അത് ഫർണിച്ചർ എല്ലാം ഞാൻ വിളിക്കും. ടോയ്ലറ്ററീസിന് ആൾക്കാർ എന്നോടാ ചോദിച്ചത് നിന്റെ കാര്യം കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അല്ല വീട് എനിക്ക് പറ്റില്ല. അപ്പാർട്ട്മെന്റ് വീട് ഞാൻ അവിടെ നിന്ന് പോകും. മാറാത്തിന്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും അവിടെ വിട്ട് പോകാൻ പറ്റില്ല. താങ്ക് യു സർ. അപ്പം സന്തോഷം. നിങ്ങൾ ഇറങ്ങിക്കോ, ലേറ്റ് ആയി. കുട്ടീസ് ഋഷ ബാ ബാ അപ്പ അടുത്ത് വാ. ബാ അപ്പ അടുത്ത ഓക്കെ. അപ്പൊ താങ്ക് യു ഗൈസ്. ബൈ ബൈ. പിടിച്ചിട്ടോ? അറിയോ എന്നെ? ഇല്ല. നിങ്ങൾ വല്ലപ്പോഴും ആ കൊച്ചിനെ കാണിച്ചാൽ കൊച്ചു കാണാമല്ലോ. ഓക്കെ ശരി, കാണാം. നിങ്ങൾ ഫ്ലാറ്റിൽ തന്നെ അല്ലേ? ഞാൻ വേണ്ടേ? ആ ശരി. നമ്മൾ ഇവിടെ നിൽക്കണോ? ഇവിടെ രണ്ടുപേരിരുന്നോ? ഇവിടെ കുറച്ച് പേരിരുന്നോ? ഇരിക്കേ. പാപ്പൽ ബ്രോ, പാപ്പൽ ബ്രോ. താങ്ക് യു ഗൈസ്. ഐക്യേന്ന് എടുത്താട്ടോ. ഐക്യയിലും പോണം. കുറേ സാധനങ്ങൾ ഇവിടെ അടുത്ത് ബാംഗ്ലൂരുണ്ട്. അവരിവിടെ എത്തിച്ചേരും, പാക്ക് ചെയ്ത് അടിപൊളിയായിട്ട് എത്തിച്ചേരും. അത് ഹോളിഡേയിന്റെ ലുലു അപ്പുറത്ത് കാണാം. ഞങ്ങൾക്ക് മെട്രോ ഇങ്ങനെ പോകുന്ന കാണാം. ആ മെട്രോ ഫുൾ ഇങ്ങനെ പോകുന്ന കാണാം. വ്യൂ ഉണ്ട്. പിന്നെന്താ, വൈ നോട്ട്? ഞാൻ ഇല്ലെങ്കിലും വരാലോ. ഇവിടെ ശ്വേത അച്ഛനും അമ്മ എപ്പോഴും ഉണ്ടാവും. പിന്നെ ശ്വേത എപ്പോഴും ഉണ്ടാവും. ഞാൻ ശ്വേതയും മാത്രമായിട്ട് ട്രിപ്പ് പോയെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും ഉണ്ടാവും. ഞങ്ങൾ എല്ലാവരും കൂടെ പോവില്ല. സിനിമ ഒറ്റയ്ക്കാക്കിയിട്ട് ഞങ്ങൾ ആരും അങ്ങനെ പോകാറില്ല. നീ ഞാൻ ഉണ്ടാവില്ല, അഭി ഉണ്ടാവില്ല, ശ്വേത ഉണ്ടാവും. ഞങ്ങൾ എല്ലാവരും മാറി മാറി ഉണ്ടാവും. കുറേ പ്ലാൻസ് ഒക്കെ വേണം. ഭയങ്കര ലൈവ് ഫീലിംഗ് ആയിരിക്കും വീട്ടിലെ കുറേ പ്ലാൻസ് ചെയ്യണം. കുറേ ലൈവ്, പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണം. ഈ പ്ലാൻസ് വെച്ചാൽ മാത്രം പോരാ. ഇതിനെ നമ്മൾ കുട്ടികൾ ഇതൊക്കെ ഇവർ ചെയ്യുന്നതാണ്. ഇത് വെച്ചതാണ്. നമ്മൾ ഇനിയിപ്പോൾ പൊടിയെല്ലാം കളഞ്ഞ് ഞാനിതെല്ലാം മാറ്റി വേറെ പ്ലാൻസ് വെക്കും. ഇത് നമ്മൾ കുട്ടികളെ വളർത്തുന്ന പോലെ തന്നെ നമ്മൾ അതിപ്പോൾ അതിനനുസരിച്ചുള്ള സ്റ്റാഫിനെ എന്തായാലും ഹൗസ് കീപ്പിങ്ങിന് സ്റ്റാഫ് വെക്കുമല്ലോ. അപ്പോൾ അവർക്ക് അറിയാവുന്ന ആൾക്കാരെ വെച്ചാൽ അവരിതെല്ലാം നോക്കി ചെയ്തോളും. അതെ അതെ. കാരണം ഇത് ഇപ്പം ഇവിടെ ഇരിക്കുന്നൊന്നും കുഴപ്പമില്ല. അകത്തിരിക്കുന്ന പ്ലാന്റ്സ് ഇടയ്ക്കിടയ്ക്ക് പുറത്തെടുത്ത് വെക്കണം. അത് ഞാൻ ആ ബുദ്ധനെ ഞാൻ നേപ്പാളിൽ നിന്ന് വാങ്ങിച്ച. ഈ വീട് പണി തുടങ്ങിയതിന് ശേഷമാണ് അതൊക്കെ വാങ്ങിച്ചു തുടങ്ങിയത് ആണല്ലേ? ഞങ്ങൾ INB ട്രിപ്പ് ചെയ്തില്ലേ? INB ട്രിപ്പിൽ ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിലുള്ള എല്ലാ സ്ഥലങ്ങളിൽ പോയപ്പോഴും ഇന്ത്യയിൽ നിന്നും ഭൂട്ടാനിൽ നിന്ന് നേപ്പാളിൽ നിന്നെല്ലാം നമ്മൾ കുറേ സാധനങ്ങൾ കളക്ട് ചെയ്തു. അതൊക്കെ പാക്ക് ചെയ്ത് അതേപോലെ വീട്ടിൽ വെച്ചിരിക്കുകയായിരുന്നു. എനർജി കുറഞ്ഞു, തീരാറായി. ബാബുനെ വിളിച്ചില്ല.
ബാബു എന്താ വരാത്ത? ബാബു ബാബു ഉണ്ട്. ഏ പറയണേ, ഏ പറയണേ, ഏ പറയുവോ? ഇല്ല ഇല്ല വേണ്ട. റെഡി 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 റെഡി. നിന്നെ കളിയാക്കിയതാണോ? കൈ എത്തൂല. നിന്നെ ഞാൻ വിമാനത്തിൽ കയറ്റാം. അതവിടെ ഒട്ടിച്ച് വെച്ചേക്കോ ഋഷി. അത് എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ഹൗസ് വാമിങ്ങിന്റെ പാർട്ടി പരിപാടികളെല്ലാം കഴിഞ്ഞു. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിരുന്നു. എല്ലാ ആൾക്കാരും വന്നു. സന്തോഷമായി, ഹാപ്പിയായി. കുറേ ആളുകൾ കൈ നിറയെ സമ്മാനങ്ങളൊക്കെ ആയിട്ടൊക്കെയാണ് വന്നത്. അതൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. വിമാനം വേണം. അത് അവിടെ ഇരിക്കുന്ന വിമാനമാണ് ഋഷിക്ക് വേണ്ടത്, മേളിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ യെസ്, അപ്പോൾ അത്രേ ഉള്ളൂ. വേറെ ഒന്നും പറയാനില്ല. നമുക്ക് ഇങ്ങനൊരു നമ്മുടെ വീട് യാഥാർത്ഥ്യമാകാൻ സഹായിച്ചത് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഓരോ ആളുകളുമാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ നന്ദി എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് ഓരോരുത്തരുമാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതിലേക്കും ബൈ.